നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അതിവിശേഷപ്പെട്ട ചില ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ നാം ചെയ്തു വരികയാണ്. ഏതാനും വീഡിയോകൾ അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞു. ചെറിയ ചെറിയ അതിവിശേഷമായിട്ടുള്ള വിഷയങ്ങൾ ഒന്നിച്ചു ചേർത്ത് പല ക്ഷേത്രങ്ങളെയാണ് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളുടെ ഭാരതം ക്ഷേത്രങ്ങളുടെ പൈതൃകം കൊണ്ട് വളരെ സമൃദ്ധമാണ്. അത്തരത്തിലുള്ള പല അറിയാത്ത കാര്യങ്ങളും നമ്മളുടെ ഭാരതത്തിലുണ്ട്. ആ അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വിശേഷ ക്ഷേത്രങ്ങൾ എന്ന പങ്ക്തിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കടങ്ങൾ അകറ്റുന്ന ശിവൻ. ഗ്രഹങ്ങളിൽ സൈന്യാധിപനായിട്ടുള്ള ചൊവ്വ ഒരിക്കൽ കടബാധ്യതകളാൽ വളരെയധികം ബുദ്ധിമുട്ടി. ഋണബാധ്യതകളാൽ ദുരിതമനുഭവിക്കുന്ന തന്റെ ദുഃഖം അകലാൻ വഴി കാട്ടണമെന്ന അഭ്യർത്ഥനയുമായി ചൊവ്വ ഒരിക്കൽ പാർവതി ദേവിയുടെ സമക്ഷത്തെത്തി. ദേവി ചൊവ്വയോട് ഭൂലോകത്ത് പോയി പൗർണമി ദിവസം പരമ്പൊരുളായ ഋണഹരേശ്വരന് വില്വാർച്ചന നടത്തി പ്രാർത്ഥിച്ചാൽ കടഭാരം അകലുമെന്നും അരുളി ചെയ്തു. ഇപ്രകാരം അരുളി ചെയ്ത് ദേവി അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപ്രകാരം അങ്കാരകൻ എന്ന ചൊവ്വ ഭൂലോകത്ത് ഒരു തീർത്ഥമുണ്ടാക്കി ശിവനെ ആരാധിച്ചു. ചൊവ്വയ്ക്ക് മംഗളൻ എന്നൊരു അപരനാമം കൂടിയുണ്ട്. ഇതുകൊണ്ട് ഈ തീർത്ഥത്തെ മംഗളതീർത്ഥം എന്ന് വിശേഷിപ്പിക്കുന്നു. ചൊവ്വയുടെ ദുരിതം അകറ്റിയതിനാൽ ദേവിയെ മംഗളാംബിക എന്നും വിളിക്കുന്നു. തിരുവണ്ണാമലൈ ജില്ലയിൽ പെരണംപാക്കത്തുള്ള ഈ ഋണഹരേശ്വര ക്ഷേത്രത്തിലെ ലിംഗത്തിനും ദേവിക്കും ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ കടദുരിതങ്ങൾ മാറും എന്നാണ് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസവും അനുഭവവും. കടബാധ്യതകളുള്ള എല്ലാവർക്കും തിരുവണ്ണാമലയിലെ പെരണംപാക്കത്തുള്ള ഋണഹരേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഇപ്രകാരം വഴിപാട് നടത്താവുന്നതാണ്. അടുത്ത ക്ഷേത്രത്തെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. കുടപിടിച്ച ഗണപതി. എല്ലായ്പ്പോഴും കുംഭകോണത്തെ ശ്രീ നാഗേശ്വര സ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക സന്നിധിയിൽ ശ്രീ ഹരവിനായകൻ ദർശനമരുളുന്നു. നാഗേശ്വര സ്വാമി എന്ന് പറയുന്നത് ശിവഭഗവാനാണ്. ഇവിടെ ഗണപതി തന്റെ ഒരു കൈയിൽ കുട പിടിച്ചുകൊണ്ട് ഭക്തരിൽ അനുഗ്രഹ വർഷം ചൊരിയുന്നു. ഭാരതത്തിലെ തന്നെ ഏക പ്രതിഷ്ഠയാണ് ഇത്തരത്തിൽ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഗണപതി ഉള്ളത്. തുമ്പിക്കൈയിൽ അമൃത കലശവുമുണ്ട്. ഇത് ഗണപതിയുടെ അപൂർവമായിട്ടുള്ള രൂപമാണ്. കുംഭകോണത്തെ ശ്രീ നാഗേശ്വര സ്വാമി ക്ഷേത്രത്തിൽ എപ്പോഴെങ്കിലും ഗണപതിയെ നമുക്ക് പിന്നീട് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇനി നമുക്ക് മറ്റൊരു ക്ഷേത്രവിശേഷത്തിലേക്ക് കടക്കാം. വ്രതമനുഷ്ഠിക്കുന്ന ദേവി. തിരുച്ചി സമയപുരം മാരിയമ്മൻ ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ദേവിക്ക് മീനമാസം 17 മുതൽ മേടമാസം 13 വരെയുള്ള 28 ദിവസം നിവേദ്യങ്ങൾ നൽകാറില്ല. ഈ ദിവസങ്ങളിൽ ദേവി ലോകക്ഷേമത്തിനായി വ്രതമനുഷ്ഠിക്കുകയാണ്. ഇളനീർ, മോരും വെള്ളം എന്നിവ മാത്രമേ ഈ ദിവസങ്ങളിൽ ദേവിക്കായി സമർപ്പിക്കുകയുള്ളൂ. മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതയാണ് തിരുച്ചി സമയപുരം മാരിയമ്മൻ ക്ഷേത്രത്തിലുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ക്ഷേത്രവിശേഷം പങ്കിടാം. ശൂരപത്മനെ കീഴടക്കിയ മുരുകൻ വസിക്കുന്ന ക്ഷേത്രം. ശൂരപത്മാസുരനെ കീഴടക്കിയ മുരുകൻ കുടികൊണ്ട് ഭക്തരിൽ അനുഗ്രഹം വർഷിക്കുന്ന അതിപുരാതന പുണ്യക്ഷേത്രമാണ് തിരുച്ചെന്തൂർ ശ്രീ സെന്തിൽ ആണ്ടവർ. മുരുകനാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ദേവത. ഇത് മുരുകന്റെ 6 പടൈ വീടുകളിൽ രണ്ടാമത്തെ വീടാണ്. അതിന്റെ പൂർവ്വകാല നാമം ജയന്തിപുരം എന്നായിരുന്നു എന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഈ പദമാണ് പിന്നീട് സെന്തിൽ എന്ന് പരിണമിച്ചത്. ഇവിടെ മുരുകൻ തന്റെ വേൽ കൊണ്ട് സൃഷ്ടിച്ച നാഴിക്കിണർ എന്ന തീർത്ഥമുണ്ട്. അസുരനെ വധിച്ച പാപം പൊക്കുവാനായി ശിവപൂജയ്ക്ക് വേണ്ട താമരപ്പൂക്കൾ, രുദ്രാക്ഷമാല എന്നീ അലങ്കാരങ്ങളോടെയാണ് ഭഗവാൻ ഇവിടെ ദർശനമരുളുന്നത്. കടൽ തീരത്തുള്ള പുണ്യക്ഷേത്രമായ ഇവിടെ കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസം കടലിൽ നീരാടി മുരുകനെ ദർശിക്കുന്നത് പല മടങ്ങ് പുണ്യം പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം. എല്ലാവർക്കും മുരുകഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മഹാലക്ഷ്മിയെ പൂജിക്കുന്ന നരസിംഹമൂർത്തി ക്ഷേത്രം അതിവിശേഷപ്പെട്ട മറ്റൊരു ക്ഷേത്രമാണ്. തിരുനെൽവേലി പാവൂർ സത്രത്തിൽ നിന്നും 2 നാഴിക അകലെ സ്ഥിതി ചെയ്യുന്ന കീഴ്പാവൂർ പ്രസന്ന വെങ്കടാചലപതി ക്ഷേത്രം ഏറെ പ്രസിദ്ധമാണ്. ഇവിടെ 16 കരങ്ങളോട് കൂടിയ നരസിംഹമൂർത്തി ഉഗ്ര നരസിംഹമൂർത്തിയായി ദർശനമരുളുന്നു. അദ്ദേഹത്തെ ശാന്തനാക്കുന്ന വിധം സൂര്യചന്ദ്രന്മാർ വെഞ്ചാമരം വീശുന്നുണ്ട്. ഈ നരഹരിയെ നാരദൻ, പ്രഹ്ലാദന്റെ അമ്മ ഖയാതു എന്നിവർ തൊഴുതു നിന്നുകൊണ്ട് ദർശനമേകുന്നത് അപൂർവമായി കരുതപ്പെടുന്നു. മഹാലക്ഷ്മി നിത്യവും ഇവിടെ കുളത്തിൽ നീരാടി നരസിംഹമൂർത്തിക്ക് താമരപ്പൂക്കളാൽ പുഷ്പാഞ്ജലി ചെയ്യുന്നു. മഹാലക്ഷ്മിയാണ് നരസിംഹമൂർത്തിയെ പൂജിക്കുന്നത്. മഹാലക്ഷ്മിയെ നരസിംഹമൂർത്തി പൂജിക്കുന്നു എന്നും ഒരു വിവക്ഷയുണ്ട്. എന്തായാലും ഈ ക്ഷേത്രം വളരെ അത്യപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇനി നമുക്ക് ശ്രീകോവിലിന് മുകളിൽ
തൃശൂലമുള്ള മറ്റൊരു ക്ഷേത്രത്തെക്കുറിച്ച് പരിചയപ്പെടാം. മഹാരാഷ്ട്രയിൽ ബ്രഹ്മഗിരിയുടെ അടിവാരത്തിൽ ഗോദാവരി നദിക്കരയിൽ ത്രംബകേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്നീ മൂവരും ഒരേ പീഠത്തിൽ ലിംഗരൂപത്തിൽ അനുഗ്രഹം വർഷിക്കുന്നു. സ്വർണ്ണ കവചത്തോടു കൂടിയ വലിയ രാജഗോപുരവും ഗോപുരത്തിന്റെ ഉച്ചിയിൽ സ്വർണ്ണ കലശവും ശൂലായുധവുമുണ്ട്. ശ്രീകോവിലിന് മുമ്പിലുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള മണ്ഡപത്തിന്റെ 4 പുറങ്ങളിലും പ്രത്യേക പ്രവേശന കവാടങ്ങളുണ്ട്. ബ്രഹ്മഗിരിയിൽ ഗോദാവരി ഉൽപ്പത്തിയാവുന്ന സ്ഥലത്ത് ഗൗതമ മഹർഷിയുടെ ഒരു ഗുഹയുമുണ്ട്. ഇവിടെ 1008 ശിവലിംഗങ്ങളെയും ദർശിക്കാം. മഹാരാഷ്ട്രയിലെ നാസിക്കിനടുത്തുള്ള ത്രംബകേശ്വര ക്ഷേത്രത്തിന്റെ ലൈവ് വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുണ്ട്. വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് അതിവിശേഷപ്പെട്ട ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തെ കുറിച്ച് പറയാം. 36 അടി ഉയരമുള്ള അയ്യപ്പന്റെ ശിലയുള്ള തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രം അതിവിശേഷമാണ്. തമിഴ്നാട്ടിൽ ചെങ്കൽപ്പെട്ട് ജില്ലയിലെ മറൈമലൈ നഗറിനോടടുത്തുള്ള പാവേന്തൻ റോഡിൽ ഏകദേശം 30 വർഷം പഴക്കമുള്ള ഒരു അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ 36 അടി ഉയരമുള്ള ബ്രഹ്മാണ്ഡമായ അയ്യപ്പശില സ്ഥാപിച്ചിട്ടുണ്ട്. ഭക്തർക്ക് അതിവിശേഷ ദർശന സൗഭാഗ്യം നൽകുന്നതാണ് ഈ ശില. ശബരിമല ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ അയ്യപ്പൻ എങ്ങനെ ആസനസ്ഥനായിരിക്കുന്നു അതേ രൂപഭാവത്തിലാണ് ഈ ശിലയും ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റെങ്ങുമില്ലാത്ത ഒരു പ്രത്യേകതയാണിത്. ഇനി നമുക്ക് പഞ്ചഭൂത ക്ഷേത്രങ്ങളുടെ ഒരു പ്രത്യേകത ഒന്ന് പരിശോധിക്കാം. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ. ഇവയെ പ്രതിനിധാനം ചെയ്യുന്ന 5 ശിവക്ഷേത്രങ്ങൾ ദക്ഷിണ ഭാരതത്തിലുണ്ട്. അതിൽ ഭൂമിയെ കാഞ്ചീപുരത്തെ ഏകാംബരേശ്വര ക്ഷേത്രവും, ജലത്തെ തിരുനാവായ്ക്കാവലിലെ ജംബുകേശ്വര ക്ഷേത്രവും, അഗ്നിയെ തിരുവണ്ണാമലയിലെ അണ്ണാമലയാർ ക്ഷേത്രവും, വായുവിനെ ശ്രീകാളഹസ്തിയിലെ കാളഹസ്തി ക്ഷേത്രവും, ആകാശത്തെ ചിദംബരത്തെ നടരാജ ക്ഷേത്രവും പ്രതീകവൽക്കരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു വിശേഷ ക്ഷേത്രത്തെ പരിചയപ്പെടാം. മഹാബലനാഥൻ. ശിവനെ പൂജിച്ച് രാവണൻ ഒരു ശിവലിംഗം നേടി. അതിനെ ലങ്കയിലേക്ക് കൊണ്ടുപോകുന്ന വഴിമധ്യേ ബാലനായി എത്തിയ ഗണപതി രാവണനെ തടഞ്ഞ് ആ ശിവലിംഗം വാങ്ങി ഗോകർണം എന്ന പുണ്യസ്ഥലത്ത് പ്രതിഷ്ഠിച്ചു. കർണാടകയിലുള്ള ഈ ക്ഷേത്രത്തിലെ ശിവൻ മഹാബലവാനായതുകൊണ്ട് മഹാബലനാഥൻ എന്ന ദിവ്യനാമധേയനായി അറിയപ്പെടുന്നു. ഈ ശിവനെ ഭക്തർക്ക് തന്നെ അഭിഷേകം നടത്താവുന്നതാണ് എന്നതാണ് ഇവിടുത്തെ സവിശേഷത. പൂജാരിമാർ മന്ത്രങ്ങൾ മാത്രം ജപിക്കുന്നു. ബാലനായി എത്തിയ ഗണപതി ഭഗവാനും ഇവിടെ പ്രത്യേക സന്നിധിയുണ്ട്. എപ്പോഴെങ്കിലും ഈ ക്ഷേത്രത്തിൽ പോവുക. ഇവിടുത്തെ അന്നദാനം വളരെ വിശേഷമാണ്. ഇവിടുത്തെ അന്നദാനത്തിൽ ഒരിക്കൽ പങ്കുകൊണ്ടിട്ടുണ്ട്. അതെനിക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഈ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മലമുകളിൽ വസിക്കുന്ന മഹാദേവന്റെ അതിവിശേഷ ക്ഷേത്രത്തെ നമുക്ക് ഇനിയും പരിചയപ്പെടാം. കർണാടകയിലെ മലമ്പ്രദേശമാണ് മെർക്കാറ എന്ന മടിക്കേരി. ഇവിടുത്തെ ഓംകാരേശ്വര ക്ഷേത്രം അതിപുരാതനവും ഏറെ പ്രസിദ്ധവുമാണ്. ശിവഭഗവാനാണ് പ്രധാന മൂർത്തി. ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ശിവനെ ദർശിച്ചു പ്രാർത്ഥിച്ചാൽ എല്ലാ ഗ്രഹദോഷങ്ങളും കടുത്ത പാപങ്ങളും അകലും എന്നാണ് വിശ്വാസം. 18-ാം നൂറ്റാണ്ടിൽ കുടക് ഭരിച്ചിരുന്ന രാജാവ് ലിംഗരാജേന്ദ്രന് തെറ്റിദ്ധാരണയുടെ ഫലമായി സത്യസന്ധനായ ഒരു ദരിദ്രനെ വധിക്കേണ്ടി വന്നു. അതിന്റെ ഫലമായി രാജാവിന് ബ്രഹ്മഹത്യാ ദോഷം പിടിപെട്ടു. അങ്ങനെ രാജാവിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. ഇതിന് പ്രതിവിധിയായി ആചാര്യന്മാർ ശിവന് ഒരു ക്ഷേത്രം പണിത് പൂജിച്ചാൽ പാപമുക്തി ലഭിക്കും എന്ന് നിർദ്ദേശിച്ചു. അതിനായി അദ്ദേഹം കാശി യാത്ര നടത്തി അവിടെ നിന്നും ഒരു ശിവലിംഗം കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് മടിക്കേരിയിലെ ഇന്നത്തെ ഓംകാരേശ്വര ക്ഷേത്രം. ഇവിടെ ശനിപ്രദോഷം തൊഴുതാൽ ശനിദോഷങ്ങൾ അകലുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. മൈസൂരിൽ നിന്ന് 118 കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്തര കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇരിട്ടിയിൽ നിന്നും 80 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം. ഇനി നമുക്ക് രാമേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ച് അതിവിശേഷപ്പെട്ട ഒരു വിശേഷം കൂടി പറഞ്ഞു പോകാം. പവിത്രമായിട്ടുള്ള വില്ലുണ്ടി തീർത്ഥമാണ് ഇപ്പോൾ നാം പരിചയപ്പെടുന്നത്. രാമേശ്വര തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട വിശേഷ തീർത്ഥജലമുള്ള ഒരു സ്ഥലമാണിത്. രാമേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ വില്ലുണ്ടി തീർത്ഥം കൂടി സന്ദർശിക്കുക. രാമേശ്വര ക്ഷേത്രത്തിന്റെ ലൈവ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദസ്പർശനത്താൽ പുണ്യമായ ഇടമാണ് രാമേശ്വരം. ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമാണിത്. തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ തെക്കേ അറ്റത്തുള്ള ക്ഷേത്രമാണ്.
ഇങ്ങനെ രാമേശ്വരത്തിന് സവിശേഷതകൾ ഏറെയുണ്ട്. രാമന്റെ ഈശ്വരൻ വാണരുളുന്ന സ്ഥലമെന്ന അർത്ഥമുള്ള രാമേശ്വരം ശ്രീരാമ ഹനുമാൻ ഭക്തരുടെ പുണ്യ തീർത്ഥാടന സ്ഥലമാണ്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ ദൂരമുള്ള തങ്കച്ചി മഠം എന്ന സ്ഥലത്താണ് വില്ലുണ്ടി തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ശാന്തമായ കടലാണ് ഇവിടെ. കടൽ തീരത്തു നിന്ന് ഏതാനും മീറ്റർ അകലെ കടലിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഉറവയിൽ നിന്നാണ് തീർത്ഥം ലഭിക്കുന്നത്. ഉപ്പുരസം ലവലേശമില്ലാത്ത ശുദ്ധജലമാണ് ഈ തീർത്ഥത്തിൽ ലഭിക്കുന്നത്. കടലിന്റെ തീരത്ത് തന്നെ ഉപ്പുലേശം ഒട്ടും തന്നെ ഇല്ലാത്ത ശുദ്ധജലം എന്നത് ഇവിടുത്തെ തീർത്ഥത്തിന്റെ അപൂർവതയാണ്. ഇതാണ് വില്ലുണ്ടി തീർത്ഥത്തിന്റെ സവിശേഷതയും. 120 അടി നീളമുള്ള കൽപ്പാലത്തിലൂടെ വില്ലുണ്ടി തീർത്ഥക്കരയിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. നമുക്കിനി ഇതിന്റെ ഐതിഹ്യം കൂടി ഒന്ന് പരിശോധിക്കാം. രാവണവധത്തിന് ശേഷം ലങ്കയിൽ നിന്നും രാമനും സീതാദേവിയും പുഷ്പക വിമാനത്തിൽ രാമേശ്വരത്തെത്തി. ശ്രീരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് ഈ സമയത്താണ്. പിന്നീട് ശ്രീരാമനും സീതയും ഇവിടെ വിശ്രമിച്ചു. അയോധ്യയിലേക്ക് പോകും മുൻപ് സീതാദേവി തനിക്ക് ദാഹിക്കുന്നു എന്ന് ശ്രീരാമനോട് പറയുകയുണ്ടായി. ദേവിയുടെ ദാഹശമനത്തിനായി ഭഗവാൻ കടലിലേക്ക് അമ്പെയ്യുന്നു. അമ്പ് തുളച്ചു കയറിയ ഭാഗത്ത് ഒരു ഉറവയുണ്ടാക്കുകയും അതിൽ നിന്നും ശുദ്ധമായ ജലം പുറപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വില്ലുണ്ടി എന്നാൽ അമ്പ് കുത്തിയ സ്ഥലം എന്നാണ് അർത്ഥം. ഇവിടുത്തെ കടലിനടിയിൽ പ്രാചീന കാലത്ത് ഉണ്ടാക്കിയതെന്ന് അനുമാനിക്കുന്ന ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളും നമുക്ക് കാണാം. രാമേശ്വരം തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവരും ദർശനം നടത്തുക. വളരെയേറെ ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള വിശേഷങ്ങൾ നാം ഈ വീഡിയോയിലൂടെ പങ്കുവച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.